ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ട്രെയിറ്റ് പാൻറ്റിന് പോളിക്കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ 4 മടക്കിയിട്ടുണ്ട്. 1 2 3 4 മടക്കിയിട്ടുണ്ട്. മടക്കി ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മാർക്കിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇതിൻ്റെ തേരിഭാഗം നമ്മുടെ സൈഡിലോട്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തേരിഭാഗം, ഈ ലോക്കാക്കിയിട്ടേക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മുടെ സൈഡിലോട്ടാക്കിയിരുന്നേ. നമ്മുടെ സൈഡിലോട്ട് വരണം ഈ തേരിഭാഗം. അതാകുമ്പോൾ ആ സൈഡിലത്തെ നൂല് വലിഞ്ഞു പോകത്തില്ല. അപ്പോൾ ആ ഭാഗം നമുക്ക് നമ്മുടെ സൈഡിലോട്ടാക്കിയിട്ടേക്കണം. എന്നിട്ട് ആദ്യം ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മുകളിൽ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. ഇത് എന്തിനാണെന്ന് പറയാമേ. താഴ്ഭാഗം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ലൈനായിട്ട് വരയ്ക്കുക. എന്നിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ ഇനി ലെങ്ത് എടുക്കുന്നത് ഇവിടെ 2.5 എടുത്തു, ഇവിടെ 2 എടുത്തു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് വേണേ ലെങ്ത് എടുക്കാൻ. ലെങ്ത് വരുന്നത് 36 ഇഞ്ചാണ് ലെങ്ത്. ഇവിടെ ഇപ്പോൾ കറക്റ്റ് 35.5 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. ഈ ലെങ്ത് ഞാൻ അങ്ങ് എടുക്കുക. താഴ്ഭാഗം പടി സെപ്പറേറ്റ് കൊടുക്കുവാണേ. അപ്പം നിങ്ങൾക്ക് തുണിക്ക് ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ ഇവിടുന്ന് നേരിട്ട് 36 എടുക്കുക. 36 അങ്ങ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒരു 2.5 ഇഞ്ച് വേറെ എടുക്കുക. 36 എടുക്കുക. 36 എടുത്തിട്ട് അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 2.5 ഇഞ്ച് താഴോട്ടെടുക്കുക പടിക്ക് വേണ്ടി. അപ്പോൾ ആ 2.5 ഇഞ്ച് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് എൻ്റെ പാൻറ്റ് നമ്മൾ കെട്ടുന്നതിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 36 ഇഞ്ചാണ് വണ്ണം. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ച്. 9ൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസും കൂട്ടി അങ്ങനെ 12 ഇഞ്ച്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് ഈ തേരിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. അങ്ങനെ 12.5 ഇഞ്ച്. അങ്ങനെ 12.5 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യുക. ഈ 2 ഭാഗത്ത് നമ്മൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴോട്ട് വരയ്ക്കുക. വരച്ചിട്ട് നമ്മുടെ ക്രോച്ച് ലെന്ത് വേണം, നമ്മുടെ പാൻറ്റിൻ്റെ ക്രോച്ച് ലെന്ത് വേണം. അത് ഞാൻ ഈ സെയിം 12 തന്നെ താഴോട്ടെടുക്കുവാണേ. 12 തന്നെ താഴോട്ടെടുത്ത് 12 മാർക്ക് ചെയ്യുക. അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. സ്കെയിൽ വെച്ചിട്ട് 12 വരയ്ക്കുക. ഇനി നമുക്ക് ക്രോച്ച് ലെന്ത് കിട്ടി. ഇനി അവിടുത്തെ വണ്ണം വേണമല്ലോ. അത് ഞാൻ എടുക്കുന്നത് ഒരു 14 ഇഞ്ചാണ്. പതിനാല് ഇഞ്ച് വരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മേളിലെടുത്തതുപോലെ 14.5 എടുക്കണേ. 1/2 ഇഞ്ച് നമുക്കിവിടെ അടിച്ച് മറിക്കാനായിട്ട് 14.5 ഇഞ്ച്. എന്നിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കുക. ഒരു ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ആം ഹോൾ കർവ് വെച്ച് നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ടായാലും വരയ്ക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ച്. 1/2 ഇഞ്ച് ഈ സൈഡ് മറിക്കാനുള്ളതും കൂട്ടി 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ഇടുക. എന്നിട്ട് ഈ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുക.
ആ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യണം. എന്നിട്ട് ഈ ലൈന് നമ്മുടെ ഈ ക്രോച്ച് ലൈൻ ഉണ്ടല്ലോ, അത് ഞാനന്ന് നീളത്തിലങ്ങ് വരയ്ക്കുവാണേ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ക്രോച്ച് ലെന്തിൻ്റെ അവിടെ നീട്ടിലൊരു വര വരയ്ക്കാൻ പറഞ്ഞല്ലോ, അവിടുന്ന് ഒരു 10 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ച് എടുക്കുവാണ്. 9.5 ഇഞ്ച് വണ്ണം എടുക്കുക. എന്നിട്ട് അവിടെ നിന്നൊരു 5 ഇഞ്ച് താപ്പോട്ട് മാർക്ക് ചെയ്യുക. അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8.5 ഇഞ്ച്. അത് നിങ്ങളുടെ കാലിൻ്റെ വണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. പിന്നെ എന്നിട്ട് താഴോട്ടുള്ള നമ്മുടെ 6 ഇഞ്ചിൻ്റെ ലൈൻസിലോട്ട് വരയ്ക്കുക. ഇത്രയും ഇതിൻ്റെ സീം അലവൻസ് ആയിട്ട് വരുവാണേ. എന്നിട്ട് നമുക്ക് എത്രയാണെന്ന് വെച്ച് ഇത് ഷേപ്പ് ചെയ്താൽ മതി. ആദ്യമേ ഞാനിതിൻ്റെ ലെങ്ത് എല്ലാം വണ്ണമെല്ലാം എടുത്തന്നേ ഉള്ളൂ. നിങ്ങളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഷേപ്പ് ആക്കിയാലും മതി. അങ്ങനെ നമ്മൾ പാൻറ് കട്ട് ചെയ്തെടുത്തു. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ 2.5 ഇഞ്ചിലാണല്ലോ മാർക്ക് ചെയ്തേക്കുന്നത്. ഈ 2.5 ഇഞ്ചിൽ 2.5 ഇഞ്ചിൻ്റെ ഈ കോണും തമ്മിൽ ചരിച്ച് നമുക്കൊന്ന് വരയ്ക്കാം. ഈ 2.5 ഇഞ്ചിൻ്റെ 2 കോണും തമ്മിൽ ചരിച്ച് വരയ്ക്കാം. എന്ന് വെച്ചാൽ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്യാനാണേ. എന്നിട്ട് ഇത് വെട്ടണം. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഇങ്ങനെ കിട്ടി. എന്നിട്ട് ഇനി നമുക്ക് ഇത് ബാക്കിലേത്തേത് നമുക്കിച്ചിരി പൊങ്ങിയിരിക്കണം, എന്നാൽ ഫ്രണ്ട് ഇച്ചിരി താന്നു വയ്ക്കണം. ഇനിയുള്ള ഈ ലൈൻസ് കൂടെ അങ്ങ് കട്ട് ചെയ്യുക. ഇവിടുന്ന് ഈ ലൈൻസും അങ്ങ് കട്ട് ചെയ്യുക. ഫ്രണ്ട് ഭാഗം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ, ബാക്കി ഭാഗം കട്ട് ചെയ്യരുത്. ബാക്കിലത്തെ 2 തുണി ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്, കണ്ടോ? ബാക്കിൻ്റെ പീസ് 2 എണ്ണം ഇച്ചിരി കയറിയിരിക്കണം, ഫ്രണ്ട് ഭാഗം ഇച്ചിരി ഇറങ്ങിയിരിക്കണം. എന്നിട്ട് ഇനി നമുക്ക് ഇവിടുത്തെ താഴത്തെ പടി ഇതിനകത്ത് നിന്ന് കിട്ടുന്നവർക്ക് എടുക്കാം, കിട്ടിയില്ലെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്യാം. നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തെ ഒരു പടി വെക്കാൻ വേണ്ടി സെപ്പറേറ്റ് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞല്ലോ, അതിന് ഞാനൊരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് വേണേലും നമുക്കെടുക്കാം. 4 ഇഞ്ച് അങ്ങ് എടുക്കാം. 4 ഇഞ്ച് എൻ്റെ തുണി. അവിടുത്തെ വീതി എന്ന് പറയുന്നത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ചിൽ വെട്ടിൽ 4 ഇഞ്ച് നീളത്തിലും തുണി എടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. അത് നമുക്ക് കാലിൻ്റെ താഴ്ഭാഗത്ത് പിടിപ്പിക്കാനുള്ളതാണ്. ഇതപ്പോൾ കട്ട് ചെയ്തെടുക്കുക. രണ്ടാക്കുക. ഇത് ഒറ്റ തുണി ആയതുകൊണ്ട് ഇത് രണ്ടാക്കുക. നിങ്ങൾക്കിങ്ങനെ 2 തുണിയായാലും കുഴപ്പമില്ല. ഇതെനിക്കിപ്പം ഇങ്ങനെ മടങ്ങിയിരിക്കുകയായതുകൊണ്ട് ഇത് ഞാനങ്ങ് രണ്ടാക്കുക. അങ്ങനെ നമ്മൾ പാനിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗം എടുത്തു. ബാക്കിൽ നമുക്ക് 2 പീസ് ഉണ്ടല്ലോ, പൊങ്ങിയിരിക്കുന്ന ഭാഗം, ഇതിൻ്റെ ബാക്ക് ഭാഗം. അതിൻ്റെ ക്രോച്ച് ഏരിയ മുഴുവൻ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. അതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ
പിന്നെ കയറിയില്ലാത്ത ഒരേ വീതി തന്നെ ഇരിക്കുന്ന ആ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതും അതിൻ്റെ ക്രോച്ച് ഏരിയ ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ നമ്മൾ പിന്നെ ബാക്കും ഫ്രണ്ടും നല്ല ഭാഗങ്ങൾ തമ്മിൽ വെക്കുക. ബാക്കിൻ്റെ നല്ല വശവും അതിന് മുകളിൽ ഫ്രണ്ടിൻ്റെ നല്ല വശവും തമ്മിൽ വെക്കുക. വെച്ച് കഴിയുമ്പം വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക. ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക, ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഇതിങ്ങനെ ബാക്ക് ഭാഗം ഫ്രണ്ടിൽ പൊങ്ങിയിരിക്കും. ഈ സൈഡ് തമ്മിൽ ഇങ്ങനെ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് വിട്ടുണ്ടല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ താഴ്ഭാഗം പിടിപ്പിക്കുന്നുണ്ട്. താഴ്ഭാഗം എനിക്കിതിൻ്റെ താഴോട്ട് തുണിയില്ലാത്തത് കൊണ്ട് ഞാനിവിടെ പിടിപ്പിച്ചിട്ട് കാണിക്കാമേ. നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് നമ്മൾ താഴെ അടിച്ചു മറിക്കാനും നമ്മളിവിടെ 2.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലോട്ടൊരു 2 ഇഞ്ച് സ്ലിറ്റ് കൂടെ വരാൻ വേണ്ടിയുള്ളതാണ്. സ്ലിറ്റ് അടിക്കാനും കൂടെ ഉള്ളത് ഇട്ടേക്കണം. ഈ 2 ഇഞ്ചിൻ്റെ അവിടെ ഈ മുകൾ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഇവിടെ വരെ അടിച്ചു നിർത്തുക 2 സൈഡിലും. ഇവിടെ അപ്പോൾ ടോട്ടൽ ഇവിടെ 4.5 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇവിടെ വരെ നമ്മൾ അടിച്ചിവിടെ അടിച്ച് നിർത്തണം. അതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കല്ലേ. എന്നിട്ട് അടിഭാഗം ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഈ 4 ഭാഗവും സ്റ്റിച്ച് ചെയ്യണേ. 1/2 ഇഞ്ച് നമ്മൾ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക എല്ലാ ഭാഗവും. നമ്മൾ 1/2 ഇഞ്ച് എല്ലാ ഭാഗത്തും മടക്കിയല്ലോ. എന്നിട്ട് ഈ കാലിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ താഴേന്ന് മേലോട്ടൊരു 1/2 ഇഞ്ചിൽ ഒരു ലോക്കാക്കുക. ചെറിയൊരു ലോക്ക് കൊടുത്താൽ മതി. 1/2 ഇഞ്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് 1/2 ഇഞ്ചിൽ ചെറിയൊരു ലോക്ക് കൊടുക്കുക. അത്രയും മതി. ഈ 1/2 ഇഞ്ചിൽ ലോക്ക് കൊടുത്ത തുണിയും ഈ ഭാഗവും തമ്മിൽ നമ്മൾ അടിച്ചു നിർത്തിയില്ലേ, ആ ഭാഗം രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ഈ ഭാഗത്തു നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതേപോലെ ഈ ഭാഗത്തു നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മടങ്ങി കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ലോക്ക് കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ ഈ ഭാഗം നമ്മളിങ്ങനെ അടിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ തിരിച്ചിടുക. തിരിച്ച് നമ്മൾ ഒരു മൂർച്ച എന്തിനുള്ള ഭാഗത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചിടുക. തിരിച്ചിടുമ്പം കണ്ടോ നമുക്ക് സ്ലിറ്റ് പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പിടിച്ചൊന്ന് തേച്ചാൽ മതി. നന്നായിട്ട് പിടിച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കണേ. ഈ ഭാഗം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ച് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അയൺ ചെയ്യണം. ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നന്നായിട്ട് അയൺ ചെയ്യുമ്പോൾ നന്നായിട്ടിരിക്കും. ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് കിട്ടും ഈ കാലിൻ്റെ അടിഭാഗം. അങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ലിറ്റും കിട്ടി. ഇനി നമ്മളിങ്ങനെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ വിടർത്തി വെക്കണേ. വിടർത്തി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ നമുക്ക് രണ്ട് കാലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. 2 കാലും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കാണിക്കാമേ. നമ്മളിവിടെ കാലിൻ്റെ ഇപ്പുറത്തെ പോർഷന് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഷേപ്പെല്ലാം മാർക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ, നമ്മളത്
ജോയിൻ ചെയ്യാൻ പോവാണ്. സൈഡ് ഭാഗം കാലിൻ്റെ അറ്റം മുതൽ തുടങ്ങി ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ രണ്ട് കാലും തമ്മിൽ ജോയിൻ ചെയ്തു. നമ്മൾ ആദ്യമേ ഷേപ്പ് വരച്ചല്ലോ, അതിൽ വെച്ച് ജോയിൻ ചെയ്തേ. ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് പിടിപ്പിക്കാം. ഇലാസ്റ്റിക് പിടിപ്പിക്കാനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് പിടിപ്പിക്കാനായിട്ട് നമ്മൾ 2.5 ഇഞ്ചല്ലേ ആദ്യമേ വിട്ടേക്കുന്നത്, അതിൽ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ആ മാർക്ക് ചെയ്യുന്നിടത്തൂടെ ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ വണ്ണവും കൂടെ അനുസരിച്ചിട്ട് എടുക്കണേ. എത്രയാണോ ഇതിപ്പോൾ ഇലാസ്റ്റിക്ക് 1 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ വീതി വന്നേക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി ഒരു 1.5 ഇഞ്ച് മടക്കിയിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇലാസ്റ്റിക് കടത്തുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാമേ. ഇങ്ങനെ ആദ്യം 1/2 ഇഞ്ച് മുകൾ വശം മടക്കിയിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ചിൽ ഒന്നും കൂടെ മടക്കിയിട്ട് ചുറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് വിട്ടേക്കണേ. അങ്ങനെ നമ്മൾ ചുറ്റിനും അടിച്ചിട്ടുണ്ടേ. ഇനി എന്നിട്ട് ഒരു പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് കുത്തിയിട്ട് നമുക്ക് ഇതിനകത്തിൽ ഇലാസ്റ്റിക് കയറ്റാം. ഞാൻ ഇതിലേക്കൂടെ ഇങ്ങനെ ഇവിടെ ഇലാസ്റ്റിക് കടത്തിയിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ അറ്റം നമുക്ക് ലോക്ക് ചെയ്യണം. ഒരു 3-4 ഇഞ്ച് ലോക്ക് കൊടുക്കണേ. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഇത്രയും ഗ്യാപ്പ് വിട്ടിട്ടുണ്ടല്ലോ, ആ ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റോക്കിൻ്റെ നടുവെ വെച്ചിട്ട് വലിച്ച് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ ഫുള്ളും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ സ്ലിറ്റായിട്ടുള്ള പാൻറ്റ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. താങ്ക് യു.